നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും. ഇത് സ്വരാജ് ജയിച്ചങ്ങ് നിയമസഭയിൽ എത്തണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല, അവിടുത്തെ ഇപ്പോഴത്തെ നില കണ്ട് പറഞ്ഞതാണ്. പിണറായി വിജയൻ തന്നെ അവിടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണ്, നിയമസഭ കാത്തിരിക്കുകയാണ് സ്വരാജിന് വേണ്ടിയിട്ട്. 2016 സ്വരാജിൻ്റെ സിംഹഗർജന ഉണ്ടായിട്ട് നിയമസഭയുടെ ഈ കെട്ടിടത്തിനകത്ത് ഒരുപാട് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ വിള്ളലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാർ നെടുകയും കുറുകയും കിടന്ന് ഓടുകയാണ് വിജയത്തിന് വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് അൻവറിൻ്റെ ഒരു തമാശയും കൂടെ ഉണ്ടായിരിക്കുകയാണ്. UDF അധികാരത്തിൽ വരും, അധികാരത്തിൽ വരുമ്പോൾ ഒന്നുകിൽ തനിക്ക് ആഭ്യന്തരം അല്ലെങ്കിൽ വനം കൊടുക്കണമെന്നും. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം. അൻവർ ആകുമ്പോൾ പറയുന്നതൊന്നും തന്നെ ഈ ആരും വലിയ മുഖവിലേക്ക് എടുക്കത്തില്ല. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനില്ലേ, പറയിപെറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് ഭ്രാന്തൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് അൻവർ. രാവിലെ മുതൽ കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റും, എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിടും. അത് കണ്ട് കൈകൊട്ടി ആർത്ത് ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ ഇതിനേക്കാൾ എത്രയോ ഭേദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അൻവർ ഇവിടെ UDF അധികാരത്തിൽ വരുമെന്ന് തമാശ പറയുന്നതിനൊക്കെ ഒരതിരില്ലേ? UDF എന്തിൻ്റെ പേരിലാണ് അധികാരത്തിൽ വരുന്നത്? എന്ത് രാഷ്ട്രീയമാണ് അവരവിടെ പറയുന്നത്? ഇത് ഞാൻ ഈ പറയുന്നത് CPM-നോട്, ഒരു CPM-കാരനൊന്നും ആയിട്ടല്ല. CPM-ൻ്റെയും പിണറായിയുടെയും ഗുണ്ടായിസത്തെ നിശിതമായിട്ട് എല്ലാ വീഡിയോകളിലും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്വരാജ് വിജയിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാര് പരസ്യമായിട്ട് തന്നെ സ്വരാജിന് വേണ്ട വഴി തെളിച്ചു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സ്വരാജ് വിജയിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കും എന്ന് തീർത്ത് പറയുന്നത്. ഇവിടെ അവര് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ്? അവിടെ പണ്ട് കാലത്ത് മലപ്പുറത്തിന് ജില്ല നൽകിയതിനെ കുറിച്ച് പിണറായി വിജയന് എന്തെല്ലാം പറഞ്ഞിട്ട് പോകും? നിങ്ങൾ അതിലല്ലല്ലോ ഏറ്റുപിടിക്കേണ്ട. വാരിയംകുന്നന്റെ കാര്യം, ഇതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നം? ഇപ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നമല്ലേ പറയേണ്ടത്? നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരന്മാർ തന്നെ, ഇപ്പൊ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞു, ക്ഷേമ പെൻഷന് കൈക്കൂലിയാണ്. അത് ശരിയാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത് അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുകയാണ്. ഇത് KC വേണുഗോപാൽ ഡൽഹിയിൽ ഇരുന്നപ്പോൾ ഇപ്പോഴാണോ കാണുന്നത്? ഇവിടെ നിലമ്പൂർ വന്നപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഇതൊക്കെ തന്നെയാണ് മിസ്റ്റർ KC വേണുഗോപാൽ. താങ്കൾ മനസ്സിലാക്കണം, ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇനിയിപ്പോൾ ബാക്കി കൊടുക്കാനുള്ള കുടിശ്ശിക മുഴുവൻ എപ്പോൾ തീർക്കുമെന്നറിയാമോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തീർക്കും. നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പുങ്കവന്മാരെ കൊണ്ട് കാശിന് വകയില്ല എന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ധാരാളം വരുന്നുണ്ട്. കോൺഗ്രസ്സുകാരന്മാരും മറ്റേ കതറും ഒക്കെ ഇട്ട് മസിലും പെരിപ്പിച്ച് ഒരു പെട്ടിയും തൂക്കി നിൽക്കുകയാണ്. ഇത് നീലപ്പെട്ടിയല്ല, ട്രോളിയല്ല, ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോവുകയാണ്. എന്ത് കാണാന്? നിലമ്പൂരിലെ തേക്ക് കാണാനാണോ? അല്ലാതെ എന്തിനു കൊള്ളാ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട്? ഇവിടെ സെക്രട്ടേറിയറ്റ് നടയില് 100 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആശാപ്രവർത്തകര്. ഈ ആശാപ്രവർത്തകരുടെ കാര്യം നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ വാ തുറന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ മിസ്റ്റർ VD സതീശ? നിങ്ങൾക്ക് പിന്നെ എന്താണ് കഴിയുന്നത്? ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളെടുത്ത് നിങ്ങൾ ഇടണം. എന്നിട്ട് നിങ്ങൾ LDF-നെ പ്രതിരോധത്തിലാക്കണം. അങ്ങനെ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ വാരിയംകുന്നന്റെയും മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന്റെ കഥയല്ല പറയേണ്ടത്. ആര്യാടൻ മുഹമ്മദ് ഇന്ന് ചിത്രത്തിലില്ല. ആര്യാടൻ മുഹമ്മദ് എതിർത്തിരുന്നു എന്തൊക്കെയാണ് പറയുന്നത്. ഇതെന്ത് ഭോഷ്കത്തരമാണ് ഈ പറയുന്നത്? പിണറായിയുടെ അഴിമതി കഥകളുണ്ടല്ലോ, അതെങ്കിലും പറയാമല്ലോ ധാരാളം. അത് പറയാതെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ള വഴി മാത്രമാണ്. എന്നിട്ട് 2026 ഇരുന്ന് സ്വപ്നം കാണുന്ന കുറെ സ്വപ്ന ജീവികളുമാണ് ഇതിനകത്തുള്ളത്. അൻവറിന് ഒന്നുകിൽ നിങ്ങൾ എടുക്കുക UDF-നകത്ത്, അയാളെ കുറെ കാലമായല്ലോ മുറ്റത്ത് നിർത്തിയിരിക്കുകയല്ലേ, ഒന്നുകിൽ അകത്ത് പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നുണ്ടെങ്കിൽ ഇറക്കി വിടുക, ഗേറ്റിൽ അടച്ചേക്കുക. അങ്ങനെയുള്ള തൻ്റെ ഇടമെങ്കിലും കാണിക്കുക. അല്ലാതെ നിങ്ങൾ കുറെ പേര് കുപ്പായവും തയ്ച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട്. ഈ പോക്ക് പോയാൽ 2026 നിങ്ങൾ നിലം തൊടില്ല. LDF നിലമ്പൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവര് 3ാം വട്ടം
തുടർഭരണം എന്നുള്ളതിന് ആക്കം കൂടും, അവരുടെ അണികൾ ഉണരുകയും ചെയ്യും. നിങ്ങളുടെ അണികളിൽ ആകെക്കൂടെ ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. നിങ്ങൾ പിന്നെ ഇവിടെ നിന്നെല്ലാം കൂടി വാരിക്കെട്ടി ഇവിടെ നിന്ന് പോകേണ്ടി വരും. പലരും BJP-യിലേക്ക് പോകും. ഘടകകക്ഷികൾ പല വഴികളിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ലീഗ് തന്നെ. ലീഗ് പോകാൻ കച്ചകെട്ടി നിൽക്കുകയാണ്. അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോളട്ടെ, എന്നിട്ട് അതിൽ നിന്നൊരു ഏകദേശ ചിത്രം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അതുകൂടെ കഴിയുമ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി തരുമെന്നുള്ളതാണ്. നിങ്ങൾ അതിനിടയ്ക്ക് ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചല്ലോ. എന്തടിസ്ഥാനത്തിൽ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുന്നത്? ഭരണമില്ലെങ്കിൽ ജോസ് കെ മാണി വരില്ല. ജോസ് കെ മാണിക്ക് ഭരണം ഇപ്പൊ LDF-ൽ തന്നെ ചെന്നിട്ട് തന്നെ ഭരണം ജോസ് കെ മാണിക്ക് കസേരയില്ല. രാജ്യസഭയിലേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണിക്ക് കൊടിവെച്ച കാറിൽ ഇങ്ങനെ പോകണം. ജനിച്ച നാൾ മുതൽ കൊടിവെച്ച കാറിനകത്ത് സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കരിങ്ങോഴക്കൽ തറവാട്ടുകാരനാണ് ജോസ് കെ മാണി. അപ്പൊ അതില്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജോസ് കെ മാണി ഇനിയിപ്പോ ഇങ്ങോട്ട് വരില്ല. പിന്നെ ലീഗ് മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഘടകകക്ഷികൾ എന്താ അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമോ? നിങ്ങളുടെ ഇന്ദിരാഭവനിൽ വന്ന് അവരും ഇറങ്ങിപ്പോകും. അവർ ഇറങ്ങിപ്പോകാന്ന് ചോദിച്ചാൽ ജോസഫാണോ എന്നുള്ളത്. ജോസഫ് ഒരു വഴി കൂടെ പോകും. ജോസഫും അവിടെ പിളരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ജോസഫ് മകനെ ഇറക്കിക്കൊണ്ട് പാർട്ടിയെ നിയന്ത്രിക്കുകയാണ്. അതിൽ തന്നെ അതൃപ്തിയുണ്ട്. പിന്നെ കേരള കോൺഗ്രസിലല്ലേ പിളരുന്നതിന് ഒരു സുഖമുണ്ട്. അത് കാണുന്നവർക്ക് ഒരു സുഖമാണ്. അതുകൊണ്ട് അതൊരു വലിയ കൗതുകം മറ്റ് അതിശയിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ജോസഫും പിളരും. പിന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ട്. ഒറ്റയാൾ പട്ടാളങ്ങളും ഒക്കെ പല വഴികളിലൂടെയും പോകും. ഇവിടെ കേരളത്തിലെ NDA മുന്നണി ശക്തി പ്രാപിച്ചു വരികയാണ്. 2026 അവരുടെ കണക്കുകൂട്ടലുകൾ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അവരിവിടെ 10 സീറ്റെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കേരളത്തിലെ 2 മുന്നണികളും വിറയ്ക്കുമെന്നുള്ളതിൻ്റെ പിന്നെ തെളിവാണ്. ഇപ്പോൾ പിണറായി 3ാം വട്ടവും അധികാരത്തിൽ വരുന്നു എങ്കിൽ അത് ജനപിന്തുണ അങ്ങ് വാരിക്കോരി തലവഴിയെ ഒഴുക്കിയത് കൊണ്ടൊന്നുമല്ല. അത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് വോട്ട് ചിതറിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ കഴിവുകേടെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഴിവുകേടാണ്. ഇതുപോലെ കഴിവുകെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയുമോ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദേശീയ തലത്തിൽ തന്നെ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിട്ട് ആരോട് എതിരിടാനാണ്? ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആ ആദ്മി പാർട്ടി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു തരത്തിലും നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ നിങ്ങളെ കൊള്ളില്ല എന്നുള്ളതും നിങ്ങൾ മുൻപ് ഭരിച്ച് മുടിപ്പിച്ചതുമായ കഥകളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് അധികാരത്തിൽ വരാനുള്ള സകല സാധ്യതകളും നിങ്ങൾ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അൻവർ വരുത്തി വെച്ചതാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ അവസരം മുതലാക്കേണ്ടവരായിരുന്നു UDF. അതിന് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളുടനെ പറയുമായിരിക്കും പാലക്കാടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഉണ്ടായ ഭൂരിപക്ഷം. ആ തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തരുത്. ഇത് മറ്റൊരു തരത്തിൽ വന്നതാണ്. മറ്റുള്ളിടത്തൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ വിയോഗത്തിൽ വന്നതാണ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും. പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ തന്നെ ഒരു പങ്കാളിത്തം കൊണ്ട് തന്നെ നേടിയതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്.